good morning. നമുക്ക് ഇന്ന് വെണ്ടയ്ക്ക ഉപയോഗിച്ച റെസിപ്പി ഉണ്ടാക്കിയല്ലോ. സാധാരണ നമ്മൾ വെണ്ടയ്ക്ക കറി വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വെണ്ടയ്ക്ക റെസിപ്പി എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക വരട്ടിയതാണ്. വെണ്ടയ്ക്ക വരട്ടിയതെന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വ്യത്യാസമുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ വെണ്ടയ്ക്ക തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അതിനുശേഷം ചോറിൻ്റെ കൂടെ ഈ വെണ്ടയ്ക്ക വരട്ടിയത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വെണ്ടയ്ക്ക വരട്ടിയത് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 150 ഗ്രാം വെണ്ടയ്ക്ക് ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചരിച്ച് കട്ട് ചെയ്തെന്ന് പറയുമ്പോൾ ഒരുപാട് തിക്കായിട്ടല്ല, അധികം തിന്നായിട്ടല്ല, കുറച്ച് തിക്നെസ്സോട് കൂടിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റൗണ്ടിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു മീഡിയം വലിപ്പമുള്ള ഒരുപാട് അങ്ങോട്ട് പഴുക്കാത്ത തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളി വേണ്ട, ഒരു 1/4 ഭാഗത്തോളം പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. മീഡിയം വലിപ്പമുള്ള ഒരു സവോള എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, പിന്നെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വലിപ്പമുള്ള വെളുത്തുള്ളിയാണ്. ഇത് നീളത്തിലൊന്ന് 2ആയിട്ട് കട്ട് ചെയ്യും. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 5 വെളുത്തുള്ളി മതി. ഇതിപ്പോൾ 10-12 വെളുത്തുള്ളി ഉണ്ട്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 4ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്യുക, ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 2ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്യുക. പിന്നെ 1/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സവോള തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക, തക്കാളി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. അത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് എടുക്കുക. ഒരുപാട് എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1 മതി, മീഡിയം എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 എടുക്കുക. അപ്പോൾ നമുക്കിനി ഇതും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തു. തക്കാളി ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, കുറച്ച് വലിയ പീസുകളായിട്ട്. പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തു. വെളുത്തുള്ളി ഞാൻ പറഞ്ഞതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കഴിയാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക, വെണ്ടയ്ക്ക ചേർത്തിട്ട് ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ. വെണ്ടയ്ക്ക ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കുക. വെണ്ടയ്ക്കയുടെ ആ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടല്ലോ, ആ ഒരു വഴുവഴുപ്പ് മാറുന്നത് വരെ വെണ്ടയ്ക്ക ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഇനി എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ വെണ്ടയ്ക്ക ഒരു 1-2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ കുക്കായതാ നന്നായിട്ട് ക്വാണ്ടിറ്റി കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവോളയും ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയും സവോളയും ഒന്ന് കുക്കായി വരണം. അധികം സമയം എടുക്കില്ല കേട്ടോ. സവോളയൊക്കെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് വേഗം തന്നെ കുക്കായി കിട്ടും. ഇനിയുള്ള കുക്കിങ്ങൊക്കെ വേഗം കഴിയും. നമ്മുടെ വെണ്ടയ്ക്ക കുക്കാവാനാണ് കുറച്ച് സമയം എടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 മിനിറ്റിൽ കൂടുതൽ സവോള കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ സവോളയൊക്കെ നമുക്ക് വീണ്ടും കുക്കാവുന്നതാണ് അടുത്തടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ. അപ്പോൾ സവോള ഒന്ന് കുക്കായി വരട്ടെ. ഇനി ഇതിലേക്ക് വീണ്ടും നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കണം. എല്ലാം ഒരുമിച്ച് ചേർത്തിട്ട് കുക്ക് ചെയ്യരുത്, ഓരോന്നായിട്ട് ചേർത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. തക്കാളി ഒന്ന് കുറച്ച് സോഫ്റ്റ് ആയി വരണം. അപ്പോൾ തക്കാളി ചേർത്തിട്ട് നമുക്ക് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ചേർത്തിട്ട് 1 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ. എരിവുള്ള മുളക് പൊടി അല്ല കേട്ടോ. പിന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. നല്ല ജീരകം വറുത്ത് പൊടിച്ചത്, നമ്മുടെ ക്യുമിൻ സീഡ്സ്. 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളൊന്ന് കുക്കായി വരണം, അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുക, പിന്നീട് നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ കുക്കായി വരാൻ 1 മിനിറ്റിൽ മേലെ സമയം എടുക്കും. എന്താണെന്ന് വെച്ചാൽ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ആകുമ്പോൾ ഒരു 1.5 മിനിറ്റോളം സമയം എടുക്കും കുക്കായി വരാനായിട്ട്. അത്രയും സമയം നമ്മൾ വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത് ചേർക്കാം.
തേങ്ങ ചേർത്തിട്ട് അധിക സമയം ഇളക്കണ്ട. എന്താണെന്ന് വെച്ചാൽ തേങ്ങ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണം. തേങ്ങ അങ്ങോട്ട് കുക്കായി പോകണ്ട. അപ്പോൾ തേങ്ങയും ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ കറിവേപ്പിലയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ വെണ്ടയ്ക്ക വരട്ടിയതിൻ്റെ പരിപാടി. വളരെ ഈസി ആയിട്ട് കഴിഞ്ഞു. ആ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കുന്നത് മാത്രമേ നമുക്ക് കൂടുതൽ സമയം പോവുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഈ ഒരു റെസിപ്പിയൊക്കെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. ഇളം ചൂടോടുകൂടി ചോറിൻ്റെ കൂടെ കഴിക്കുക. നന്നായിട്ട് ചൂട് മാറിയിട്ടല്ല, ഇളം ചൂടോടുകൂടി ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇതിപ്പോൾ വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നോൺ വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് പിന്നീട് ഒരു ദിവസം തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.